ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എക്സാമിനേഷന്റെ സിലബസ് എന്താകും എന്നൊരു വലിയ ചോദ്യം ഉദ്യോഗാർത്ഥികളിൽ നിന്നുണ്ടാകുന്നുണ്ട്. അതിനൊരു മറുപടിയുമായിട്ടാണ്. പൊതുവെ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു സിലബസിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് നമ്മുടെ വിലയിരുത്തൽ. കാരണം മറ്റൊന്നുമല്ല, ഇതിനു മുമ്പ് മെക്കാനിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ പറ്റിയ വ്യത്യസ്തങ്ങളുള്ള പരീക്ഷകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമിനേഷൻ ആണ്. ഈ ഒരു എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഇത് മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രം വിളിച്ചൊരു എക്സാമിനേഷൻ ആയിരുന്നില്ല അവസാനത്തെ PSC എക്സാമിനേഷൻ. അതിൽ ഗ്രൗണ്ട് വാട്ടറിലേക്ക് തന്നെ നമുക്ക് മൈനിങ് എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അതുപോലെ തന്നെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 3 സ്ട്രീമിലുള്ളവർ അപേക്ഷിക്കുമ്പോൾ ഈ 3 സ്ട്രീമിലുള്ളവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലൊരു സിലബസ് ഉണ്ടാകേണ്ടത് PSCയുടെ ഒരു അനിവാര്യത ആയതുകൊണ്ടാകണം അങ്ങനെ ഒരു സിലബസിലേക്ക് PSC മാറിയത് എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. എന്നാൽ ഇവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ മെക്കാനിക്കൽ എന്ന് പറയുന്നൊരു പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ മാത്രമായതുകൊണ്ട് തന്നെ ഈ ഒരു സിലബസിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. പലപ്പോഴും അതിൻ്റെ നിലവിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൊഡ്യൂളുകളുടെ ഓർഡർ ആക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മൊഡ്യൂളിൻ്റെ ഓർഡറിനെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുകയോ അതിനെ വീണ്ടും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് സബ് പോയിന്റുകളായിട്ട് മാറ്റുകയൊക്കെ ചെയ്യാനായിരിക്കും സാധ്യത. ഇനിയും സിലബസിൽ ഒരു വലിയ മാറ്റം ഉണ്ടായി എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനൊരു മാറ്റം ഉണ്ടായാലും അത് നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് തയ്യാറെടുപ്പുകളുമായിട്ട് പോകാൻ പറ്റും. അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ റിലേറ്റഡ് ഒരു എക്സാമിനേഷൻ്റെ കോർ സബ്ജക്റ്റുകളൊന്നും തന്നെ ഇവിടെ മാറില്ല. ഈ ഒരു കോർ സബ്ജക്റ്റുകൾ മാറാത്തത് കൊണ്ട് തന്നെ നമുക്ക് അനിവാര്യമായിട്ടും ഈ ഒരു കോർ സബ്ജക്റ്റുകൾ പഠിക്കുകയും വേണം, അതിൽ അത്യാവശ്യം നല്ല മാർക്കുകൾ വാങ്ങുകയും ചെയ്യണം. ഇനിയും സിലബസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ തന്നെ അത് ഏതാണ്ട് എക്സാമിനേഷന് 3 മാസം മുമ്പ് നമുക്ക് അറിയാൻ കഴിയും. ഇനിയുള്ള 3 മാസങ്ങൾ, അതായത് എക്സാമിനേഷന്റെ ഡേറ്റ് വന്നിട്ടുള്ള 3 മാസങ്ങൾ പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും തുല്യമായി ലഭിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ ഒരു സമയം എല്ലാ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്കും കൃത്യമായി ഒരേപോലെ പഠിക്കാൻ കഴിയുകയും ഇതൊരു ബാലൻസ്ഡ് എക്സാമിനേഷനായിട്ട് മാറുകയും ചെയ്യും. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് റാങ്ക് മേക്ക് ചെയ്ത് ഒരു നല്ല പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ ഒരു കോർ ഏരിയാസിൽ അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങളെ വളരെ അനായാസം ക്രാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് പഠിക്കണം. അതിനെന്ത് ചെയ്യണം? കൃത്യമായിട്ട് കോർ സബ്ജക്റ്റുകൾ സ്റ്റേബിൾ ആക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കുറച്ചും കൂടി ഉയർന്ന നിലവാരമുള്ള ചോദ്യങ്ങളും ഒക്കെ വരും എന്ന രീതിയിൽ തന്നെ പ്രതീക്ഷിച്ച് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. അങ്ങനെ പോയാൽ നമ്മളുടെ പഠനം അനായാസമാവുകയും ഒപ്പം തന്നെ എക്സാമിനേഷനെ യാതൊരുവിധ ടെൻഷൻ ഇല്ലാതെ ഹാൻഡിൽ ചെയ്യാനും ഈ കോർ ഏരിയാസ് കൃത്യമായി റിവൈസ് ചെയ്ത് ഒരു സ്റ്റേബിൾ സ്റ്റാൻഡിലെത്താനും കഴിയുമെന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുകയല്ല, ഉന്നത റാങ്കിലെത്തി ജോലിക്ക് കയറാൻ പറ്റുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ AE മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള സിലബസുകൾ മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ AE മെക്കാനിക്കൽ സിലബസിൽ ചേഞ്ച് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉണ്ടായാൽ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്ത് പോകാവുന്നതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങിയാൽ മതിയോ? ഒരിക്കലും മതിയാവില്ല. കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും PSCയുടെ പുതിയ പാറ്റേൺ രീതി വളരെ അഡ്വാൻസ്ഡ് ആണ്. അതായത് നോട്ടിഫിക്കേഷൻ വന്ന് വിത്തിൻ മന്ത്സ് അവർ കൺഫർമേഷൻ ഡേറ്റ് തരും. ഈ കൺഫർമേഷൻ ഡേറ്റ് തന്നിട്ട് ഏതാണ്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ എക്സാം വരും. അതായത് നോട്ടിഫിക്കേഷനും എക്സാമിനേഷനും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്, കൂടുകയല്ല കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നോട്ടിഫിക്കേഷനും എക്സാമിനേഷനും തമ്മിലുള്ള ദൂരം ഏതാണ്ട് 4 മാസമൊക്കെ ആയിട്ട് PSC എത്തിച്ചിട്ടുണ്ട്. അത് ഗ്രാജുവലി ചിലപ്പോൾ ഒരു 3 മാസമൊക്കെ ആയിട്ട് മാറ്റാൻ PSCക്ക് അനായാസം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ നിന്നാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് സമയബന്ധിതമായിട്ട് ടോപ്പിക്കുകൾ മുഴുവൻ പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. പഠിച്ചു തീർത്താൽ തന്നെ മതിയായ രീതിയിൽ റിവൈസ് ചെയ്യാനുള്ള സമയവും ലഭിക്കുകയില്ല. ഇനി അടുത്തത് പ്രിപ്പറേഷൻ എവിടെ നിന്ന് തുടങ്ങണം? അതാണ് വളരെ കോറായിട്ടുള്ളൊരു ചോദ്യം. പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് നിങ്ങളുടെ കോർ സബ്ജക്റ്റിൽ നിന്നാണ്. അതായത് നമുക്കറിയാം മെക്കാനിക്കൽ മേഖലയിലെ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ മെക്കാനിക്കലിന്റെ കോർ സബ്ജക്റ്റുകൾ മുഴുവൻ കൃത്യമായിട്ട് ക്ലിയർ ആക്കി പോവുക, അവയിൽ കൃത്യമായ റിവിഷൻ കൊണ്ടുവരിക. നോട്ടിഫിക്കേഷനും സിലബസും വരുമ്പോഴേക്കും കോർ സബ്ജക്റ്റ് മുഴുവൻ പൂർണ്ണമായും പഠിച്ച് നമ്മൾ തീർത്തിരിക്കണം. ഇനിയും എന്തൊക്കെയാണ് ഇതിന് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത്? അതിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, തെർമോഡൈനാമിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെക്കാനിക്സ്, മെറ്റലർജി ആൻഡ് മെറ്റൽ സയൻസ്, തെർമൽ എഞ്ചിനീയറിംഗ്, തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ആൻഡ് മെഷീൻ എലമെന്റ്സ്, പ്രൊഡക്ഷൻ ടെക്നോളജി,
ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്. ഈ ഒരു മേഖലയിലെ ടോപ്പിക്കുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു എല്ലാ മേഖലയിലും കൃത്യമായ ടോപ്പിക്കുകൾ നമ്മൾ നോക്കി പോവുകയും ഇവയിൽ മുൻവർഷ ചോദ്യപേപ്പറുകളും വരാൻ സാധ്യതയുള്ള ചോദ്യപേപ്പറുകളും ഇവയിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്ക് ഉയർന്നാൽ വരാൻ സാധ്യതയുള്ള ചോദ്യപേപ്പറുകളൊക്കെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി ഒരു ധാരണയിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് ഈ എക്സാമിനേഷനെ ഫേസ് ചെയ്യാം. ഇനി സിലബസിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഇനി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇവയിൽ ഏതെങ്കിലും കണ്ടന്റ് നിങ്ങൾക്ക് വെറുതെ ആയി പോകുമോ പഠിച്ചത് എന്നൊരു ചോദ്യമാണ്. അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ ഓർക്കുകയേ വേണ്ട. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ആഡ് ഓൺ ആയി പഠിച്ചാൽ അതിന്റെ ബെനിഫിറ്റ് മറ്റൊരു എക്സാമിനേഷനിൽ നമ്മൾ ലഭിക്കുന്നതാണ്. കാരണം നമ്മൾ കേവലം ഒരു എക്സാമിനേഷന് വേണ്ടിയല്ല നമ്മൾ തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഈ സിലബസിൽ നിന്ന് ഒഴിവാക്കിയാൽ പോലും മറ്റൊരു PSC എക്സാമിനേഷൻ അത് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് മാറും. ഇതൊരു വലിയ മത്സര പരീക്ഷയുടെ ലോകമാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. ഇനിയും എന്തൊക്കെയാണ് നിങ്ങളുടെ സക്സസിലേക്ക് നയിക്കുന്നത് നോക്കാം. അതിൽ പ്രധാനമായിട്ടും സ്ട്രോങ് ഫണ്ടമെന്റൽസ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് ഫണ്ടമെന്റൽസ് നിങ്ങളെ സക്സസിലേക്ക് എത്തുന്നത്. രണ്ടാമത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഫണ്ടമെന്റൽസ് നിങ്ങൾക്ക് സ്ട്രോങ് ആണെങ്കിലും ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസറിനെ ഡിറൈവ് ചെയ്തെടുക്കാൻ ഒരു സ്കില്ലുണ്ട്. ആ സ്കിൽസ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മനസ്സിലാക്കുന്നതിലൂടെ കിട്ടും. മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ഓപ്ഷനുകൾ പലപ്പോഴും മറ്റു ചോദ്യങ്ങളിലേക്കുള്ള കീ ആയിരിക്കും. അടുത്തത് മോക്ക് ടെസ്റ്റ് ആൻഡ് ടൈം മാനേജ്മെന്റ്. ഇപ്പൊ ഏതൊരു എക്സാമിനേഷന്റെയും ഏറ്റവും വലിയ വില്ലൻ ഹാളാണ്, എക്സാം ഹാളാണ്. എക്സാം ഹാളിൽ സമയബന്ധിതമായിട്ട് മാക്സിമം ഉത്തരങ്ങളെ ശരിയായി ചെയ്യുകയും തെറ്റായ ഉത്തരങ്ങൾ സ്കിപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സക്സസ് റേറ്റ് നൽകുന്ന ഒരു കാര്യമാണ്. നെഗറ്റീവ് ഇല്ലാതാക്കുക എന്നത് ഇവിടെ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. അടുത്തത് റെഗുലർ റിവിഷൻ ആണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകാതെ മുമ്പോട്ടേക്ക് പോകുവാൻ വേണ്ടി ഈ ഒരു റിവിഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇനി കൺസിസ്റ്റൻസി, അതായത് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ എക്സാം ഹാളിൽ കയറുന്ന വരെയും നമ്മുടെ പഠനം കൃത്യവും വ്യക്തവുമായ ഒരു നിശ്ചിത സമയം മാറ്റിവെക്കുകയും അതിലൂടെ മുമ്പോട്ട് പോവുകയും ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് കൺസിസ്റ്റൻസിയും അനിവാര്യമാണ്. ഈ ഒരു കൃത്യമായ 5 മന്ത്രാസ് നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു എക്സാമിനേഷനും അനായാസമായിട്ട് ക്രാക്ക് ചെയ്യാം. അത് മെക്കാനിക്കൽ റിലേറ്റഡ് എക്സാം എന്നല്ല, ലോകത്തിൽ നടക്കുന്ന ഏതൊരു എക്സാമിനേഷനും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങുക. ഇത്രയും കീ മന്ത്രാസും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളുമായി മുമ്പോട്ട് പോകാം. ഈ 5 ലക്ഷ്യങ്ങളും നേടിത്തരുന്ന രീതിയിൽ, ഈ 5 ലക്ഷ്യങ്ങളും നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലിന്റെ കോഴ്സുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ കോർ സബ്ജക്റ്റുകൾ കൃത്യമായി പഠിക്കുന്നതിനുള്ള അവസരമുണ്ട്. മുൻവർഷ ചോദ്യപേപ്പറുകളുടെ ഒരു വലിയ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. കൃത്യമായ റിവിഷൻ ഉണ്ട്. കൺസിസ്റ്റൻസി നിലനിർത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട് ഉണ്ട്. മാത്രവുമല്ല മോക്ക് ടെസ്റ്റുകളുടെ കൃത്യമായിട്ടുള്ള ഒരു റിവിഷനും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ നിരന്തരമായ പ്രയത്നത്തിലൂടെ നല്ല രീതിയിൽ ഒരു സ്കോർ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തുന്ന രീതിയിലാണ് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട് കോഴ്സുകൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് സർക്കാർ ജോലി എന്ന ലക്ഷ്യം നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനും വിശദ വിവരങ്ങൾക്കുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.